അപ്പോൾ ഈ വീക്കെൻഡിൽ ഞാൻ വീഡിയോ ഇടാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡേ 0 ഞാൻ പടം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് കാത്തിരിക്കുന്ന ഒരു ഫിലിമാണ്. ബിക്കോസ് രാഹുൽ സദാശിവൻ്റെ മൂവീസ് നമുക്കറിയാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് ഭൂതകാലം. അപ്പോൾ ആൾ പ്രണവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ഒരു ഫിലിമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി അത് വന്നപ്പോൾ 31 ആയിരുന്നു റിലീസ് പറഞ്ഞത്. ബട്ട് 30th തന്നെ പടം റിലീസ് ലൈക്ക് ഈവനിങ് തൊട്ട് ഷോസ് ഉണ്ട്, പ്രീമിയർ ഷോസ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. ഫസ്റ്റ് ഹാഫ് ആക്ച്വലി നല്ല ഒരു റഷ് ചെയ്തിട്ടുള്ള, അങ്ങനെ പറയാം, ലൈക്ക് ബോറിങ് അല്ലെങ്കിൽ സ്ലോ എന്നൊന്നും പറയാനില്ല. റഷ് ചെയ്യാതെ വളരെ ഒരു മീഡിയം പേസിലാണ് പോയിട്ടുള്ളത്. പിന്നെ ജംസ്കേഴ്സ് ഉണ്ട്. ജംസ്കേഴ്സും അതുപോലെ തന്നെ ഭൂതകാലത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ആ ഒരു എന്താ പറയുക, പ്രത്യേകതരം ഒരു ഫീൽ ഉണ്ടല്ലോ. നമുക്ക് ചുറ്റും ഒരു ഈറി അല്ലെങ്കിൽ ഒരു സ്പൂക്കി ആയിട്ടുള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വിഷ്വൽസാണ്, സിനിമാറ്റോഗ്രാഫിയൊക്കെ അടിപൊളിയാണ്. എല്ലാ കാസ്റ്റും നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. ആർട്ടാണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ആർട്ടിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള സീൻസാണ്. അപ്പോൾ അതിലൊക്കെ നല്ലോണം അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും പടത്തിൻ്റെ പേസ് ഒന്നുകൂടെ ചേഞ്ച് ആവുകയാണ്. ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ നമ്മൾ വണ്ടടിച്ച് പോകും. ഞാൻ ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഞാനവിടെ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ പ്രണവിൻ്റെ പെർഫോമൻസ് ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ബിക്കോസ് ആളുടെ എക്സ്പ്രഷൻസ് എല്ലാം വളരെ സബ്റ്റിലാണ്. ബട്ട് അത് എന്താ പറയുക, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. പിന്നെ പടത്തിൽ വളരെ ബ്രൂട്ടലായിട്ടൊരു സീനുണ്ട്. ആ സീന് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ ആ ഒരു ക്യാരക്ടറിനോട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്ട് അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡീറ്റെയിൽസും റിവീൽ ചെയ്യാണ്ടിരിക്കുന്നതാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ വേഗമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. DA 0 നിങ്ങളെല്ലാവരും കാണണം. ആൻഡ് കമൻറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ആൻഡ് കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. സോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ചേട്ടാ, ബൈ ബൈ.